സുവിശേഷം അവൻ നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. നമുക്കധികം സമയമില്ല. ഉള്ള സമയത്തിന് തന്നെ ചില കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പ്രസംഗിക്കാൻ അവനുള്ള ഹല്ലേലൂയ സ്വാതന്ത്ര്യം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മറ്റാരുമല്ല, ക്രിസ്തു തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് അല്ലേ? ഹല്ലേലൂയ. ഇത് സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷമാണ്. ഗലാത്യർ 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ. അപ്പൊ ഈ സുവിശേഷം എന്താ? സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തോ സ്വാതന്ത്ര്യം? അതാണ് ഞാൻ പറഞ്ഞത്, ആത്മാവിന്റെ സ്വാതന്ത്ര്യം. പ്രൈസ് ദി ലോർഡ്. അക്ഷരികമായ സ്വാതന്ത്ര്യമല്ല. അക്ഷരികമായ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിച്ചവരാണ്. ബ്രിട്ടീഷുകാരുടെ അടിമതുഖത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അക്ഷരികമായ സ്വാതന്ത്ര്യം പ്രാപിച്ച കാലഘട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഓരോ വർഷവും നമ്മൾ അത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ സ്വാതന്ത്ര്യം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യർ നിയമം കാറ്റിൽ പറത്തുകയാണ്. നിയമം കയ്യിലെടുക്കുന്ന നിയമപാലകർ, മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ, അധ്യാപകരെ ബഹുമാനിക്കാത്ത വിദ്യാർത്ഥികൾ. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതം ഹല്ലേലൂയ ധാർമ്മികമായി അധപ്പതനത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു വശത്തുകൂടെ അനേക ഭൗതിക നന്മകൾ, ഉയർച്ചകൾ, അനുഗ്രഹങ്ങൾ ശാസ്ത്രീയമായി മനുഷ്യൻ കണ്ടുപിടിക്കുന്നു. മനുഷ്യൻ ഉയരുന്നു, സത്യമാ. പക്ഷേ മറുവശത്തുകൂടെ മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളിലൂടെയാണ് നമ്മൾ ഉണരുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസം കുടുംബ ആത്മഹത്യകൾ, കുടുംബ കൊലപാതകങ്ങൾ, അത് കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഉണരുന്നത്. എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? നമ്മുടെ തലമുറകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മാതാപിതാക്കളെ അനുസരിക്കുവാൻ കഴിയാതെ, ദൈവത്തെ പോലും ഭയമില്ലാതെ, സ്വന്തം വഴികളിലൂടെ സ്വന്തം ഇഷ്ടത്തിന് യാത്ര ചെയ്യുന്ന ധാരാളം ചെറുപ്പക്കാർ. നമുക്കറിയാം, 2025 പിറന്നു വീണപ്പോൾ തന്നെ ഉണ്ടായ സംഭവം. ഹല്ലേലൂയ. 2 മാസം കഴിഞ്ഞപ്പോൾ 70-ൽ പരം കൊലപാതകങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്കൂൾ കലാലയങ്ങളിൽ ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി. ആമേൻ. മാതാപിതാക്കൾ ആര്? സഹോദരങ്ങൾ ആര്? ബന്ധുമിത്രാദികൾ ആര്? ഇതൊന്നും തിരിച്ചറിയുവാൻ കഴിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് ഉപ്പുകുത്തി. ഹല്ലേലൂയ. അവർ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു കാര്യം, അക്ഷരികമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചെങ്കിലും യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഹല്ലേലൂയ ഇതുവരെയും പ്രാപിക്കുവാനായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ, യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ, പൗരന്മാരായ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം പരിശോധിച്ചാൽ ഹല്ലേലൂയ ആ പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമാകും. മനുഷ്യന്റെ ജീവിതം ശൂന്യത നിറഞ്ഞിരിക്കുകയാണ്, അസ്വസ്ഥത നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചല്ലോ, ഒരു വാക്യം ഇങ്ങനെ വായിച്ചു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മനുഷ്യനെ അലട്ടുന്ന പ്രശ്നം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ നാഗരാജറാവു എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനായ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ ഈ മനുഷ്യനെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, എൻ്റെ കയ്യിൽ ഒരു കടലാസ് കഷ്ണമുണ്ട്, അതിൽ ഞാൻ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ, ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം തൃപ്തി അടയണമെങ്കിൽ, സന്തോഷമുണ്ടാകണമെങ്കിൽ, സംതൃപ്തി അടയണമെങ്കിൽ എനിക്ക് വേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അങ്ങൊന്ന് വായിച്ചിട്ട് ഇതിന് എന്ത് അഭിപ്രായം പറയുമെന്ന് പറഞ്ഞ് ഈ കടലാസ് കഷ്ണം ആ മഹാനായ മനുഷ്യന്റെ അടുക്കിലേക്ക് കൊടുത്തു. ഇത് മനോരമ പത്രത്തിൽ വന്ന, സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു സംഭവ കഥയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, ഒന്ന് വായിച്ചാട്ടെ, എനിക്ക് ഭൂമിയിൽ സംതൃപ്തി അടയുവാൻ ഇന്ന ആവശ്യങ്ങൾ എനിക്കുണ്ട്.
അതെന്താ അറിയാമോ? ആരോഗ്യം, വിദ്യാഭ്യാസം, സൗന്ദര്യം, സമ്പത്ത്, സ്ഥാനമാനം, പുരോഗതി, അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് എഴുതിയിരിക്കുക. ഇതെല്ലാം എനിക്ക് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ മതി, എൻ്റെ ജീവിതം സന്തോഷകരമാകും. ആ മനുഷ്യൻ ആ ലിസ്റ്റെല്ലാം പരിശോധിച്ചു. ആ പണ്ഡിതനായ മനുഷ്യൻ ലിസ്റ്റെല്ലാം പരിശോധിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, മോനെ, നിന്റെ ലിസ്റ്റ് മനോഹരമായൊരു ലിസ്റ്റാണ്. നിനക്ക് ഒരു ഭൂമിയിൽ മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതെല്ലാം മനുഷ്യൻ്റെ പുറമേയുള്ള കാര്യമാണ്. ആമേൻ. എന്നാൽ ഇതിൽ നീ രേഖപ്പെടുത്താതിരുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സമാധാനം, അതിലൊന്നാണ് ആമേൻ ഹല്ലേലൂയ സന്തോഷം. ഈ രണ്ട് കാര്യങ്ങളും കൂടെ നീ ചേർത്തിരുന്നെങ്കിൽ ബാക്കി നിനക്ക് എല്ലാം ഉണ്ടെങ്കിലും, ആമേൻ, എല്ലാം ദൈവം നിനക്ക് തന്നാലും നിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ എഴുതപ്പെട്ട ലിസ്റ്റ് മുഴുവനും സീറോയാണ്. ഇതിന് ഞാൻ 0 മാർക്ക് ഇടുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, ഈ രണ്ട് കാര്യങ്ങൾ ലഭിക്കുവാൻ ഞാൻ എവിടെ പോകണം? അദ്ദേഹം പറഞ്ഞു, ഇത് മാർക്കറ്റിൽ പോയാൽ കിട്ടുകയില്ല. വില കൊടുത്ത് നീ വാങ്ങിക്കുവാൻ തയ്യാറായാൽ അത് നിനക്ക് ലഭിക്കുകയില്ല. നിനക്കെല്ലാം ഉണ്ടെങ്കിലും, ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, സ്ഥാനമാനമുണ്ടെങ്കിൽ, പുരോഗതി, ഇതെല്ലാം ഉണ്ടെങ്കിലും, എല്ലാവിധ ഡെവലപ്മെന്റ് നിനക്കുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ യഥാർത്ഥമായ ഒരു സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ലിസ്റ്റ് ഞാൻ 0 മാർക്ക് ഇടുന്നു എന്ന് പറയുവാനായിട്ടിടയായി. അത് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? നീ ഈശ്വരനെ ധ്യാനിക്കണം. അദ്ദേഹം ഒരു പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു, ഈശ്വരനെ ധ്യാനിച്ചാൽ, ഈശ്വരനെ പ്രസാദിപ്പിച്ചാൽ നിനക്കിതെല്ലാം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കും ഇന്ന് രാത്രിയിൽ പറയുവാനുള്ളൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷനായ യേശു പറഞ്ഞ ആദ്യത്തെ വാക്കെന്താ? അത് നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. 3 പ്രാവശ്യം കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇറങ്ങി വന്ന കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്ന മറ്റൊരു വാക്കുണ്ട്, സെന്റൻസ് ഉണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ തരുന്ന സമാധാനം എന്നേക്കുമുള്ള നിത്യജീവൻ, നിത്യസമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, എത്രയോ അമ്മമാർ തലക്കൈ കൈവച്ചുകൊണ്ട് റോഡിലൂടെ ഹല്ലേലൂയ മക്കളെ, തലമുറകളെ പ്രായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലയോ എനിക്ക് സമാധാനം ഒട്ടുമില്ല, എൻ്റെ ഭവനത്തിൽ സമാധാനമില്ല, എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. ഒരൊറ്റ സമാധാനത്തിന് വേണ്ടി എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ. കാരണം എന്താ? തലമുറകൾ വൈകുന്നേരമാകുമ്പോൾ മദ്യപിച്ച് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ആമേൻ ഹല്ലേലൂയ വീടറിയുവാൻ കഴിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ, അമ്മയെ തിരിച്ചറിയുവാൻ കഴിയാതെ, അപ്പനെ തിരിച്ചറിയുവാൻ കഴിയാതെ ഭവനത്തിലേക്ക് വരുന്ന അവസ്ഥ. ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, ഈ ദേശത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ തലമുറകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, ഇന്ന് രാത്രി പറയട്ടെ, അല്ലെ ഒരു ദിവസം കൂടെ, ഒരു നിമിഷം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഈ സമാധാനത്തിന്റെ സുവിശേഷം ഹല്ലേലൂയ നിങ്ങളുടെ പടിക്കലെത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ സമാധാനം എന്നരുളി ചെയ്ത കർത്താവ് ആ സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഹല്ലേലൂയ സമാധാനം പ്രാപിച്ചവരാണ്. ഒരു കാലത്ത് ഹല്ലേലൂയ ഈ സന്തോഷത്തിന്, സമാധാനത്തിന് യാതൊരു വകയുമില്ലാതിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഹല്ലേലൂയ കർത്താവ് കണ്ട്, കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തു, തന്റെ മക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ട് ആ ക്രിസ്തുവിന് വേണ്ടി പാടുവാൻ, ആ ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കുവാൻ, ആ ക്രിസ്തുവിന് വേണ്ടി സന്തോഷത്തോടെ, പൂർണ്ണ സന്തോഷത്തോടെ പ്രസംഗിക്കുവാൻ ഇന്നും ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ സമാധാനം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനം പ്രാപിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ഇന്ന് രാത്രികാലം ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? മനുഷ്യന്റെ സ്തോത്രം അവസ്ഥ എന്താണ്? യഥാർത്ഥമായ മനുഷ്യ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ കാരണം എന്താണ്? ആരോഗ്യമല്ല. ആരോഗ്യം ആവശ്യമാണ്,
പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവന് സംതൃപ്തി അടയുവാൻ, സമാധാനം ലഭിക്കുവാൻ ആരോഗ്യം കൊണ്ട് പോരാ, പണം കൊണ്ട് പോരാ, വിദ്യാഭ്യാസം കൊണ്ട് പോരാ. ഹല്ലേലൂയ. നമുക്കറിയാം എത്രയോ വിദ്യാസമ്പന്നർ, എത്രയോ പണക്കാർ ആത്മഹത്യ ചെയ്ത ചരിത്രം. പണമില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ധാരാളം പണമുണ്ടെങ്കിൽ ആ പണം എവിടെ കൊണ്ട് വെക്കുമെന്ന് ഓരോ ദിവസം ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന എത്രയോ ധനികന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഹല്ലേലൂയ, എത്രമാത്ര പണമുണ്ടായെങ്കിലും പണക്കാരായ ധനികരായ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആനന്ദപ്പള്ളിയിൽ ഒരു ക്രൂസ് റൈഡ് നടത്തി. മഹാധനികനായ ഒരു മനുഷ്യനാണ് ഞങ്ങൾക്ക് സ്ഥലം തന്നത്. പക്ഷേ ഇത് പറയട്ടെ, സമ്പത്ത് ഹല്ലേലൂയ അദ്ദേഹത്തിന് സമാധാനം കൊടുത്തില്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേറ്റ് തൻ്റെ പഴയ സ്തോത്ര ഭവനത്തിലേക്ക് കടന്നു ചെന്ന്, വീട്ടിലേക്ക് കടന്നു ചെന്ന് ആരും അറിയാതെ അദ്ദേഹം ഒരു മുഴം കയറിൽ ലോകത്തോട് വിട പറയുവാനായിട്ടിടയായി. ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളെ വളരെയധികം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്, സുവിശേഷം പറഞ്ഞൊരു വ്യക്തിയാണ്. ഒരു ഓർത്തഡോക്സ് ഹലോ വിഭാഗത്തിലുള്ള ഒരു വീടാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ക്രൂസൈഡ് കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ കേൾക്കുന്ന വാർത്ത, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ. ധാരാളം പണമുണ്ടായിരുന്നു, പക്ഷേ ഹല്ലേലൂയ കേൾക്കപ്പെട്ട വചനം രക്ഷയ്ക്കായി പരിണമിച്ചില്ല, ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി പറയട്ടെ, ആ വചനം കേൾക്കുന്നത് മാത്രമല്ല അത് ഏറ്റെടുക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പണമല്ല, ഹല്ലേലൂയ വിദ്യാഭ്യാസമല്ല, സൗന്ദര്യമല്ല, ആരോഗ്യമല്ല. ഹല്ലേലൂയ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീരും. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ എന്താണെന്ന് ആദ്യം പരിശോധിക്കണം. മനുഷ്യൻ കണ്ടുപിടിക്കണം, അവനെ അസ്വസ്ഥമാക്കുന്ന പാപമാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗത്തിലേക്ക് വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന അവൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രതിസന്ധിക്ക് കാരണം, അസ്വസ്ഥതയ്ക്ക് കാരണം പാപമാണെന്ന് കണ്ടുപിടിച്ചാൽ, ഹല്ലേലൂയ പാപമാണെന്ന് മനസ്സിലാക്കിയാൽ, ആമേൻ, ഹല്ലേലൂയ പാപപരിഹാരകനായ ഒരുവനുണ്ടെന്നും മനസ്സിലാക്കി അവനെ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ നിന്റെ ആത്മാവിന്റെ വിടുതലിന്റെ ദിവസമായി മാറുവാനായിട്ടിടയായി തീരും. നിന്റെ പ്രാണന്റെ ഹല്ലേലൂയ വിലയേറിയ ആത്മാവിനെ ഹല്ലേലൂയ നഷ്ടപ്പെടുത്താതെ ഒരു നിത്യതയുടെ അവകാശിയായി മാറുവാൻ ഇന്ന് രാത്രി കാലം ദൈവം നിന്നെ സഹായിക്കുവാനായിട്ടിടയായി തീരും. മനുഷ്യൻ പാപിയാണ്. ഹല്ലേലൂയ. എന്താണ് പാപം എന്ന വാക്കിന് ധാരാളം മൂലഭാഷകൾ ഉണ്ടെങ്കിലും അതിലെ യഥാർത്ഥമായ ഒരു ഭാഷയാണ് ഹമാർട്ടിയ എന്നൊരു പദം. ഹമാർട്ടിയ ഗ്രീക്ക് വേർഡാണ്. പുരാതന ഒളിമ്പിക്സിൽ റഫറിമാർ അമ്പെയ്ത്ത് മത്സരം നടക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമായിരുന്നു ഹമാർട്ടിയ. എന്താ അർത്ഥം? ഉന്നം തെറ്റുക. പ്രൈസ് ദി ലോർഡ്. ലക്ഷ്യം തെറ്റുക. അതാണ് പാപം എന്ന വാക്കിന്റെ മൂലഭാഷയുടെ അർത്ഥം. മത്സരം നടക്കുമ്പോൾ അമ്പെയ്ത് വിടുമ്പോൾ നമുക്കറിയാം അതിന്റെ വൃത്തമുണ്ട്. ആ വൃത്തത്തിന് വെളിയിൽ പോയാൽ റഫറിമാരെ വിളിച്ചു പറയും ഹമാർട്ടിയ, ലക്ഷ്യം തെറ്റിപ്പോയി, ഉന്നം തെറ്റിപ്പോയി. പാപത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്, പ്രധാനമായ വാക്കാണത്. അതെ, ഇന്ന് ലോകത്തിന്റെ ലക്ഷ്യമെല്ലാം മാറിയിരിക്കുകയാണ്, ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുകയാണ്. മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യന്റെ ജീവിതം ദൈവത്തിൽ നിന്നും എത്രയോ അകലെയാണ്. നിങ്ങൾ ദൈവം എന്ന് വിചാരിക്കുന്ന ആരെയാണ്? ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആമേൻ. അഖില ചരാചരങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ഒരു ദൈവം, സകല ചരാചരങ്ങളെയും ആമേൻ ഹല്ലേലൂയ അനന്തകോടി വിസ്തൃതമായി കിടക്കുന്ന ബ്രഹ്മാണ്ഡ ഘടകത്തെ മുഴുവനും താരസമൂഹങ്ങളെ സൃഷ്ടിച്ചവൻ, ആമേൻ ഭൂമിയെ നിർമ്മിച്ചവൻ, ഹല്ലേലൂയ അനാദിയും ശാശ്വതമായ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ കാണുന്നത്. ശ്രദ്ധിച്ചാട്ടെ, നാം സേവിക്കുന്ന ദൈവം സകല ചരാചരങ്ങളുടെയും ഉടയവനാണ്, സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവാണ്. ആ ദൈവം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ നമ്മുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുമോ? ഇല്ല. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നത് ഹല്ലേലൂയ റോമാലയങ്ങളെ നമ്മൾ കാണുന്നു. ദൈവത്തെ അറിയാവുന്നത് ദൈവം തന്നെ അവർക്ക് വെളിവാക്കി. മനുഷ്യനല്ല കണ്ടുപിടിച്ച ദൈവത്തെ. മനുഷ്യനോ ശാസ്ത്രത്തിനോ ദൈവത്തെ കണ്ടുപിടിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല.
സർവശക്തനായ ദൈവത്തെ ആർക്കും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെയോ ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ തന്നെ മനുഷ്യർക്ക് വെളിപ്പെട്ടു, ഹല്ലേലൂയ, ഞാൻ തന്നെ ജനത്തിന് വെളിപ്പെട്ടു, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം, മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം ഞാൻ തന്നെ, മറ്റൊരുത്തനുമില്ല, ഞാനാകുന്നവൻ ഞാനാണെന്ന് പറഞ്ഞ് പിതാക്കന്മാർക്ക് പ്രത്യക്ഷനായ ദൈവം, ഞാനോ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചാരാധിച്ചു. മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയിട്ടും ആ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ആമേൻ. ജ്ഞാനികളെന്ന് പറഞ്ഞ് അവർ മൂഢരായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, മറഞ്ഞിരുന്ന മർമ്മം, ഹല്ലേലൂയ, ഈ സർവശക്തനായ ദൈവത്തെ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, നമ്മെ തേടി വന്ന ആ ദൈവ സ്നേഹത്തെ അറിയുവാൻ കർത്താവ് നമുക്ക് തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. പ്രൈസ് ദി ലോർഡ്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. പാപം മൂലം മനുഷ്യനിൽ മരണമുണ്ടായി. നമുക്കറിയാം എങ്ങനെയാ പാപം ഉണ്ടായെന്നൊക്കെ നമുക്കറിയാമല്ലോ. അനുസരണക്കേടിനാൽ, ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ മനുഷ്യൻ വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചതുകൊണ്ട് അവൻ പാപിയായി തീർന്നു. ആദ്യ മനുഷ്യനായ ആദാം, ആമേൻ, ഹല്ലേലൂയ, പാപിയായി തീർന്നു. അവൻ്റെ വർഗം മുഴുവനും, മനുഷ്യരാശി മുഴുവനും, ഹല്ലേലൂയ, പാപികളായി മാറി. ഹല്ലേലൂയ. അപ്പോൾ പാപിയാണ് മനുഷ്യൻ എന്ന് സമ്മതിക്കണം. നാം സമ്മതിക്കേണ്ട ആദ്യത്തെ കാര്യം, മനുഷ്യൻ പാപിയാണ്. എല്ലാ മതങ്ങളും മനുഷ്യൻ പാപിയാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ആമേൻ. മനുഷ്യൻ പാപിയാണ് എന്നെഴുതിയിട്ടുണ്ട്. ഹൈന്ദവ വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ നമുക്കറിയാം, ഞാൻ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു, പാപമുള്ള ഈ ശരീരത്തിൽ നിന്ന് തന്നെ ആർ ഉദ്ധിമിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ മതങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു, മനുഷ്യൻ പാപിയാണ്. വിശുദ്ധ ബൈബിളും പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നാം സമ്മതിച്ചേ മതിയാവൂ, മനുഷ്യൻ പാപിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ഈ പാപത്തിൽ നിന്നാണ് ഒരു വിടുതൽ, പ്രായശ്ചിത്തം. പാപത്തിൽ നിന്നും മനുഷ്യൻ എങ്ങനെയാണ് ഒരു പ്രായശ്ചിത്തം? നമുക്കറിയാം, പഴയ നിയമപ്രമാണങ്ങൾ, ദൈവം ഒരു പ്രമാണം കൊടുത്തു, പാപപരിഹാരത്തിന് വേണ്ടി ആടുകളുടെയും കാളകളുടെയും രക്തം യാഗമായി അർപ്പിക്കുവാനായിട്ടിടയായി. മനുഷ്യൻ ബലിദാനങ്ങൾ നൽകി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു നിയമം ഉണ്ടായിരുന്നു, പഴയ നിയമം. പക്ഷേ ഇന്ന് നാം ബലിദാനങ്ങൾ ചെയ്ത് നൽകി, നാളെ പിന്നെ അതേ പാപം ചെയ്യുകയാണ് മനുഷ്യൻ. ആമേൻ. ഇന്നൊരു കർമ്മം ചെയ്തതിന് ശേഷം, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഹോമയാഗം, അകൃത്യയാഗം, പാപയാഗം ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ദിവസം അതേ പാപം തന്നെ മനുഷ്യൻ ആവർത്തിക്കുക. ദൈവം ഇത് കണ്ട് 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 ദൈവത്തിന് സഹിക്കാൻ വയ്യാതെ സർവശക്തനായ ഒരു ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി എന്താണ് ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പാപപരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആടുകളുടെയും കാളകളുടെയും രക്തമൊഴുക്കി യാഗപീഠത്തിൽ തളിച്ച് ശുദ്ധീകരണം പ്രാപിച്ചെങ്കിലും അടുത്ത ദിവസം അതേ പാപം ചെയ്യുന്നത് കൊണ്ട് എന്നേക്കും ഒരു പാപപരിഹാരം നടക്കുന്നില്ല. പകരം ഒരു പദ്ധതി സ്വർഗം ഒരുക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എന്നേക്കുമുള്ള പാപപരിഹാരത്തിനു വേണ്ടി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ സർവശക്തനായ ദൈവത്തിന് പദ്ധതികൾ ഉണ്ടായി. അതത്രേ the appearance of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ പ്രത്യക്ഷയുടെ പ്രത്യേകത മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കുറിവാക്യം വായിച്ചത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ.
Praise the Lord, praise the Lord, praise the Lord. യേശുക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ധാരാളം ഹല്ലേലൂയ ഉത്തരങ്ങളുണ്ട്. അവൻ പാപികളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നു. Praise the Lord. അതുകൊണ്ടാണല്ലോ പരീശന്മാരും ശാസ്ത്രിമാരും പ്രവർത്തിച്ചത്, ഇവൻ പാപികളെ കൈക്കൊള്ളുന്നു, അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നു. Praise the Lord. കർത്താവ് തിരിഞ്ഞ് അവരുടെ മനസ്സറിഞ്ഞിട്ട് ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറഞ്ഞു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നീതിമാന്മാരെയല്ല ഈ ലോകത്തിലേക്ക് വന്നത്. ഞാൻ വിളിക്കാൻ വന്നത് നീതിമാന്മാരെ കൈക്കൊള്ളുവാനല്ല, പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത്. ഓ റബ ശംദന, ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ പ്രസംഗം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യേകത, അവൻ നീതിമാന്മാരെ രക്ഷിപ്പാനല്ല വന്നത്, ഭൂമിയിൽ പാപങ്ങളെ പരിഹരിച്ചുകൊണ്ട് പാപിയെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് അവൻ വരുവാനായിട്ടുള്ളയായി. അതാണ് യേശുവിന്റെ പ്രത്യേകത. എന്തുകൊണ്ട് ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാപികളെ രക്ഷിക്കുവാൻ അവൻ ഈ ലോകത്തിലേക്ക് വന്നു. പാപമാണ് ഏറ്റവും വലിയ പ്രശ്നം, മാനവരാശിയുടെ ഏറ്റവും വലിയ പ്രശ്നം പാപമത്രേ. ഈ പാപം പരിഹരിക്കുവാൻ, ഈ പാപത്തിൽ നിന്നും ഹല്ലേലൂയ മനുഷ്യരെ വിടുവിക്കുവാൻ എന്റെ കർത്താവ് ഭൂമിയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, യേശുവിന്റെ ജനനം പ്രൈസ് ദി ലോർഡ് മാനുഷികമായ ജനനമല്ല. നമുക്ക് കാണുവാൻ കഴിയും, മത്തായി സുവിശേഷം വായിച്ചാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അവനെ സ്തോത്രം, യോസഫിനെ വിവാഹം ചെയ്ത ശേഷം, വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ശേഷം അവർ കൂടി വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കണ്ട്, ആമേൻ ആമേൻ, യെശയ്യാവ് ആമേൻ വിളിച്ചു പറഞ്ഞ വാക്യത്തോട് ഉപയോഗിച്ചുകൊണ്ട് കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് ഹല്ലേലൂയ ഭൂമിയിലേക്ക് വരികയാണ്. യേശു ആമേൻ നീതിമാനായ യോസഫ് തന്റെ ഭാര്യയായ മറിയയെ ഉപേക്ഷിക്കുവാൻ ഗൂഢമായി തീരുമാനിച്ചു. എന്തുകൊണ്ടാ ആമേൻ ഇവൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? ആമേൻ എന്താണെന്ന് അദ്ദേഹം പോലും ഞെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ വിചാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. ആമേൻ, ഹല്ലേലൂയ. ഓ ജോസഫേ, നീ ഭയപ്പെടേണ്ട, അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനല്ല അത്രേ. അടുത്ത വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. മത്തായി 1:21 വായിക്കുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. കണ്ടോ, സ്വർഗത്തിലെ മാലാഖമാരുടെ ദൂതന്മാരുടെ വാക്കുകളാണ്, ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെ വാക്കല്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഒരു ദൂതൻ പറയുകയാണ്, ഹല്ലേലൂയ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിതാവെന്നാണ്. ഏത് രക്ഷിതാവ്? പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കടന്നു വന്നവൻ. Praise the Lord, hallelujah, hallelujah, praise the Lord, praise the Lord. അതുകൊണ്ടാണ് ജനത്തിന്റെ നടുവിൽ നിന്ന് വളരെ ശക്തമായി കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം. ഒരിക്കൽ പുരുഷാരത്തിന് നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ യേശു വിളിച്ചു പറയുകയാണ്, അവൻ നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇന്നലത്തിന്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിനെ എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? എന്തുകൊണ്ടാണ് കർത്താവിന് വേണ്ടി നമ്മൾ ഫോളോവേഴ്സായി മാറിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കർത്താവിനെ ഫോളോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മക്കളായി തീർന്നിരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച്, നമ്മുടെ അകൃത്യങ്ങളിൽ നമ്മെ വീണ്ടെടുത്ത് തന്റെ രാജ്യത്തിൽ നമ്മെ ആക്കുവാൻ അവൻ മനസ്സ് തോന്നി നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ എന്നും ജീവിക്കുന്നു. ആ കർത്താവിന്റെ സാക്ഷികളായി തീർന്നത് ആമേൻ ഓർത്തതുകൊണ്ട് നമുക്ക് എത്ര സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുന്നോടിയായി 2800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. നാം എല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം എല്ലാം നമ്മുടെ വഴിക്ക് തിരിഞ്ഞിരുന്നു, നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. ഓ, നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ
രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ക്രൂശിന്മേൽ കയറിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി സഹോദര? ആമേ. പ്രിയ യുവാവേ, എന്നെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രിയ യുവാവേ, യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? എന്നെയും നിന്നെയും പാപത്തിൽ നിന്ന് വിടുവിപ്പാനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെയും നിന്നെയും അകൃത്യത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് ആമേൻ ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആമേൻ അല്പസമയം നമുക്ക് ആ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അകൃത്യമായി തീർന്ന ആമേൻ, നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്ന, എന്നേക്കുമുള്ള വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ക്രൂശിതനാകുവാനായിട്ടിടയായി. ഇന്നും ഇനി നീ പാപത്തിൽ ജീവിക്കേണ്ടതിനല്ല, പാപത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് രാത്രി നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. അവൻ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപത്തിലാഴും മാനുജ നിന്നെ യേശു വിളിച്ചിടുന്നു. പാപത്തിലാഴും മാനുജ നിന്നെ യേശു വിളിച്ചിടുന്നു. പാപത്താൽ നിൻ മനം തകർന്നു ആവങ്കലിന്നു. പാപത്തിലാഴും മാനുജ നിന്നെ യേശു വിളിച്ചിടുന്നു. എത്ര നാൾ പാഴായിപ്പോയി മനുജ നിന്റെ ജീവിതം. എത്ര നാൾ പാഴായിപ്പോയി മനുജ നിന്റെ ജീവിതം. ഈ ലോകത്തിൽ ഇമ്പം നീയാടി കഴിച്ചു ജീവിതം, കഴിച്ചു ജീവിതം. ദൈവപുത്രനാവൻ ക്രൂശിൽ രക്തം ചീന്തി നിനക്കായി. ദൈവപുത്രനാവൻ ക്രൂശിൽ രക്തം ചീന്തി നിനക്കായി. പാപത്തിലാഴും മനുജ നിന്നെ യേശു വിളിച്ചിടുന്നു. നിർണയം അറിവാൻ നാഥൻ കാത്തു നിൽക്കുന്നു. നിർണയം അറിവാൻ നാഥൻ കാത്തു നിൽക്കുന്നു. ഹൃദയവാതിൽ കർത്തനിതാ മുട്ടി വിളിച്ചിടുന്നു. കൈക്കൊള്ളുക കൈക്കൊള്ളുക നിന്റെ രക്ഷിതാവിനെ ധൈര്യമായി ദൈവപുത്രനാവൻ ക്രൂശിൽ രക്തം ചീന്തി നിനക്കായി. ദൈവപുത്രനാവൻ ക്രൂശിൽ രക്തം ചീന്തി നിനക്കായി. പാപത്തിലാഴും
നിന്നെ യേശു വിളിച്ചിടുന്നു. പാപത്താൽ നിൻ മനം തകർന്നു അവൻ സ്നേഹിതരെ, ഹല്ലേലൂയ. ഇന്നും പാപത്തിന്റെ വഴികളിൽ ആമേൻ പാപവഴികളിൽ നിന്ന് ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രിയ കുഞ്ഞെ, ഹല്ലേലൂയ, നിന്റെ വഴി ദുർമാർഗങ്ങൾ വിട്ട്, ആമേൻ നിന്റെ മദ്യപാനം വിട്ട്, ആമേൻ നിന്റെ മയക്കുമരുന്ന് ആമേൻ വിട്ട്, ആമേൻ ഇന്ന് രാത്രിയിൽ നീ തിരിഞ്ഞ് എന്റെ യേശുവിന്റെ അടുക്കലേക്ക് നീ വന്നാൽ നിന്റെ പാപത്തിന്റെ പരിഹാരമായി അവൻ നിന്നെ ഹല്ലേലൂയ കൈക്കൊള്ളുവാൻ. പ്രാരംഭത്തിൽ വായിച്ച വാക്യം ഇതാണ്, അവൻ കൈക്കൊള്ളുന്നു, പാപികളെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് അവൻ ശാസ്ത്രിമാർ പെറുപെറുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ഏത് പാപിയെയും നിന്റെ പാപം എത്ര കടിച്ചുമപ്പായാലും അവൻ നിന്നെ കൈക്കൊള്ളുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.